എല്ലാവർക്കും എൻ്റെ നമസ്കാരം. പലപ്പോഴും രാത്രി നമുക്ക് ഉറക്കം നഷ്ടപ്പെടുന്നത് ഓവർ തിങ്കിങ് അല്ലെങ്കിൽ അമിത ചിന്ത കൊണ്ടാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ മനസ്സിൽ വരുന്ന എല്ലാ ചിന്തകളും ശരിയല്ല എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മളെപ്പോഴും വളരെയധികം മോശമായി ചിന്തിക്കുന്ന, ഓവറായി ചിന്തിക്കുന്ന പല കാര്യങ്ങളും നമുക്ക് വളരെ സിമ്പിളായി കൈകാര്യം ചെയ്യാൻ കഴിയും എന്നുള്ള വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് ബോധ്യമുണ്ടോ? നിങ്ങൾക്കൊരു ചെറിയ പ്രശ്നം വന്നാൽ പോലും മനസ്സതിനെ ബോധപൂർവം വളരെ മോശമായി ചിന്തിച്ച് അങ്ങേയറ്റം കാറ്റാസ്ട്രോഫൈസ് ചെയ്ത് വളരെ മോശമായ സാഹചര്യത്തിലേക്ക് എത്തിക്കുന്നത് കൊണ്ടും, അതേപോലെ ചില ചിന്താരീതികൾ കാറ്റാസ്ട്രോഫൈസിങ്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് തിങ്കിങ്, എമോഷണൽ റീസണിങ്, അങ്ങനെയുള്ള പല ചിന്താരീതികളും കൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഓവർ തിങ്കിങ് വരുന്നത് എന്നുള്ള കാര്യം നമ്മളെപ്പോഴും മനസ്സിലാക്കണം. അങ്ങനെയുള്ള ഓവർ തിങ്കിങ്ങിനെ മനസ്സിലാക്കുവാനും കുറയ്ക്കുവാനും നിങ്ങളെ സഹായിക്കുന്ന ചില CBT ടിപ്സുമായിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളെ കാണാൻ വന്നിരിക്കുന്നത്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ബെൽ ബട്ടൺ അമർത്തുവാൻ മറക്കരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതി ചോദിക്കാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കമൻറ്റ് സെക്ഷൻ വായിക്കാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഈ അമിതമായി ചിന്തിക്കുക എന്ന് പറയുന്നത് നമ്മുടെ പ്രശ്നത്തിൻ്റെ ആഴം മാത്രമല്ല എന്നും നമ്മളതിനെ എങ്ങനെ വ്യാഖ്യാനിക്കുന്നു, ചിന്തകളിലൂടെ നമ്മളതിനെ എങ്ങനെ വ്യാഖ്യാനിക്കുന്നു എന്നതിൻ്റെ പിഴവുകളുമാണ് എന്നുള്ളത് നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടതാണ്. ആ പിഴവുകളെക്കുറിച്ചും അതിനെങ്ങനെ പരിഹരിക്കാം എന്നുള്ളതിനെക്കുറിച്ചുമാണ് എൻ്റെ ഈ വീഡിയോ. ഒന്നാമത്തെ പിഴവ് കാറ്റാസ്ട്രോഫൈസിങ് എന്നുള്ളതാണ്. അത് ഏറ്റവും മോശം, ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളെ ഏറ്റവും മോശം കാര്യങ്ങളായി മാത്രം കാണുന്ന ഒരു പ്രവണതയാണ് അത്. ഒരു ചെറിയ പ്രശ്നത്തെ പോലും വളരെ വലിയ ഒരു ദുരന്തമായി നമ്മുടെ മനസ്സ് കാണുവാനുള്ള സാഹചര്യം അവിടെ ഉണ്ടാവുന്നു. ഉദാഹരണത്തിന്, ജോലിയിൽ എനിക്കൊരു ചെറിയ തെറ്റുപറ്റി, ഇനി എൻ്റെ ജോലി പോകും എന്നുറപ്പാണ്. ഞാനൊരു മെസ്സേജ് അയച്ചിരുന്നു, അതിന് മറുപടി വന്നില്ല. അതിനർത്ഥം അവൾ എന്നെ ടോട്ടലി അവഗണിച്ചു, അവൾ എനിക്ക് മെസ്സേജ് ഒന്നും ഇനി അയക്കില്ല എന്ന് തന്നെയാണ്. ഈ പരീക്ഷയിലും കൂടി തോറ്റാൽ എൻ്റെ ഭാവി അവസാനിച്ചു. ഇത്തരത്തിലുള്ള ഉദാഹരണങ്ങൾ ഇതിനായി നമുക്ക് വിനിയോഗിക്കാം. ഇത്തരം ചെറിയ ചിന്തകൾ അമിത ചിന്തയായി വർദ്ധിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് നോക്കാം. ഇത്തരം ചിന്തകൾ മനസ്സിൽ അനാവശ്യമായ ഭയം സൃഷ്ടിക്കുന്നു. ചെറിയ പ്രശ്നങ്ങൾ പോലും വളരെ വലുതായി തോന്നുവാൻ ഇട നൽകുന്നു. എപ്പോഴും അപായ സിഗ്നൽ അല്ലെങ്കിൽ അപകടം ഉണ്ടാകും എന്നുള്ള ബോധത്തിൽ ജീവിക്കുവാൻ നമ്മളെ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ ഓവർ തിങ്കിങ് ചെയ്യുന്നത് വളരെ സ്വാഭാവികമാണ്. CBT പരിഹാരമായി നമുക്ക് നമ്മളോട് സ്വയം ഒന്ന് ചോദിക്കാം, യഥാർത്ഥത്തിൽ ഞാൻ ഈ ചിന്തിച്ചതുപോലെയൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ടോ? ഇപ്പോൾ ഞാൻ പേറുന്ന ഈ ഭയത്തിന് എന്തെങ്കിലും തെളിവുണ്ടോ? ഇതുപോലെയുള്ള സാഹചര്യങ്ങൾ ഇതിനു മുമ്പ് ഞാൻ അതിജീവിച്ചിട്ടുണ്ടോ? ഇങ്ങനെ ചോദിച്ചതിന് ശേഷം നമ്മുടെ ചിന്തകളെ ചെറുതായി ഒന്ന് മാറ്റിപ്പിടിച്ചാൽ, അതായത് അനാരോഗ്യകരമായ ചിന്തയിൽ നിന്നും ആരോഗ്യകരമായ ചിന്തയിലേക്ക് മാറ്റിപ്പിടിച്ചാൽ നമ്മുടെ ഓവർ തിങ്കിങ് മാറും. എല്ലാം നശിക്കും എന്ന അനാരോഗ്യകരമായ ചിന്തയിൽ നിന്നും, മോശം സാഹചര്യം ഉണ്ടാവാം, ഇതിനു മുമ്പും ഇത്തരം സാഹചര്യങ്ങളെ ഞാൻ ഓവർകം ചെയ്തിട്ടുണ്ട്, മാത്രമല്ല ഇത് അത്ര വലിയ പ്രശ്നമായി എനിക്ക് തോന്നുന്നുമില്ല എന്നുള്ള വളരെ സിമ്പിളായ ആരോഗ്യകരമായ ചിന്ത നമുക്ക് ഈ മോശം ചിന്തയ്ക്ക് പകരമായി ഉപയോഗിക്കാം. എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ ഇതെല്ലാം ഒന്ന് എഴുതി വെച്ച് ചെയ്യുന്നത് വളരെയധികം ഗുണം ചെയ്യും. എല്ലാ ദിവസവും ഇതുപോലെ എഴുതുവാൻ ശ്രദ്ധിക്കുക. രണ്ടാമത്തെ ചിന്താ പിഴവ് എന്നുള്ളത് ഓൾ ഓർ നത്തിങ് എന്നുള്ളതാണ്. അതായത് കറുപ്പും വെളുപ്പും എന്ന് പറയാം, എല്ലാം ശരിയാവും അല്ലെങ്കിൽ ഒന്നും ശരിയാവില്ല എന്ന ചിന്താരീതി. ഉദാഹരണത്തിന്, ഒരു ദിവസം എനിക്ക് വ്യായാമം ചെയ്യാൻ കഴിഞ്ഞില്ല, എൻ്റെ ജീവിതം നശിച്ചു, ഇത്രയും ചെറിയ കാര്യം പോലും എനിക്ക് പെർഫെക്റ്റായി ചെയ്യാൻ കഴിയുന്നില്ലല്ലോ. പ്രസൻറ്റേഷനിൽ ഞാൻ തെറ്റുകൾ വരുത്തുന്നു, അതിനർത്ഥം എനിക്ക് ഒരിക്കലും ഇതുപോലെ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രസൻറ്റേഷൻ ചെയ്യാൻ കഴിയുന്ന ഒരാളായി എന്നെ കാണാൻ കഴിയുന്നില്ല എന്നുള്ള തരത്തിലുള്ള ചിന്തകൾ. ഇത് കാരണം, ഓവർ തിങ്കിങ് ഉണ്ടാവുന്നതിന് കാരണം എന്താണ്? പൂർണ്ണത വേണം എന്നുള്ള, പെർഫെക്ഷനിസം വേണം എന്നുള്ള സമ്മർദ്ദം നമുക്ക് വർദ്ധിക്കുന്നു. ചെറിയ തെറ്റുകൾ പോലും വലിയ പരാജയമായി നമ്മൾ കാണാൻ സാധ്യതയുണ്ട്. ആത്മവിശ്വാസം കുറയ്ക്കുന്നു. ഇതെല്ലാം നമുക്ക് ഓവർ തിങ്കിങ് ഉണ്ടാക്കുന്നു.
ഇതിന് CBT പരിഹാരമായി നിങ്ങൾക്ക് സ്വയം ചോദിക്കാം, ഞാൻ കാര്യങ്ങളെ വല്ലാതെ അതിര് കടന്ന് കാണുകയാണോ? അങ്ങോട്ടും ഇങ്ങോട്ടും, അതായത് ഏറ്റവും കൂടുതലും ഏറ്റവും കുറവും എന്നുള്ളതല്ലാതെ ഒരു ഗ്രേ ഏരിയ, ഇടയ്ക്കൊരു ചിന്താരീതിയും കൂടി ഉണ്ടാവില്ലേ? അതെന്താണ് എന്നും കൂടി ഞാൻ അന്വേഷിക്കേണ്ടതല്ലേ? ഞാൻ പൂർണ്ണമായി പരാജയപ്പെട്ടു എന്നുള്ളതിന് പകരം ഒരു തെറ്റ് പറ്റിയിട്ടുണ്ട്, പക്ഷേ ഞാൻ ഒരുപാട് കാര്യങ്ങൾ നന്നായി ചെയ്തിട്ടുമുണ്ടല്ലോ, അതുകൊണ്ട് എനിക്കിതിനെ വീണ്ടും കറക്റ്റ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുമില്ല എന്നുള്ള രീതിയിൽ ചിന്തിക്കാൻ പഠിക്കുക. മൂന്നാമത്തെ ചിന്താപിഴവാണ് എമോഷണൽ റീസണിങ്. നമ്മുടെ വികാരങ്ങളെ യാഥാർത്ഥ്യമായി കാണുന്ന ഒരു പ്രക്രിയ. നമുക്ക് മനസ്സിൽ തോന്നുന്നതെല്ലാം ശരിയാണ് എന്ന് തോന്നുന്ന തരത്തിലുള്ള ഒരു ചിന്താപിഴവാണ് ഇത്. ഉദാഹരണത്തിന്, ഞാനിപ്പോൾ പേടിക്കുന്നുണ്ട്, എന്തെങ്കിലും അപകടം തീർച്ചയായും സംഭവിക്കാൻ പോകുന്നു. എനിക്ക് കുറ്റബോധമുണ്ട്, അതുകൊണ്ട് ഞാൻ തീർച്ചയായും തെറ്റ് ചെയ്തതായാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് കഴിവില്ല എന്നെനിക്ക് തോന്നുന്നു, അതുകൊണ്ട് ഞാൻ പൂർണ്ണ പരാജയമാണ്. ഈ ചിന്തകൾ, അമിത ചിന്ത, ഓവർ തിങ്കിങ് വർദ്ധിപ്പിക്കുന്നത് എങ്ങനെ? വികാരങ്ങളെയും യാഥാർത്ഥ്യങ്ങളെയും ഈ ചിന്തകൾ കൂട്ടിക്കലർത്തുന്നു, ആത്മവിശ്വാസം കുറയ്ക്കുന്നു, അതോടൊപ്പം ഉത്കണ്ഠയും വർദ്ധിപ്പിക്കുന്നു. CBT പരിഹാരമായി നമുക്ക് സ്വയം ചോദിക്കാം, ഞാൻ ഇങ്ങനെ വിശ്വസിക്കുന്നതിന് എന്തെങ്കിലും തെളിവുകളുണ്ടോ? എനിക്ക് തോന്നുന്നത് എല്ലായ്പ്പോഴും സത്യമാണ്. എനിക്ക് പേടിയുണ്ട്, അതുകൊണ്ട് എനിക്ക് കഴിവൊട്ടുമില്ല, ഞാനൊരു പരാജയമാണ് എന്ന് ചിന്തിക്കുന്നതിന് പകരം, പേടി തോന്നുന്നത് സ്വാഭാവികമാണ്, അതിൽ തെറ്റൊന്നുമില്ല, അതുകൊണ്ട് തന്നെ ഞാനൊരു പരാജയമാണ് എന്നെനിക്ക് ഒട്ടും തോന്നുന്നില്ല, ഇതിനു മുമ്പ് ഞാൻ ഇതേ പ്രശ്നങ്ങൾ മുമ്പും അനുഭവിച്ചിട്ടുണ്ട്, ഞാനിത് ഓവർകം ചെയ്തു കൊള്ളാം എന്നുള്ള ചിന്ത സ്വീകരിക്കുക. മാനസിക സമ്മർദ്ദം, ആങ്സൈറ്റി ഡിസോർഡർ, പാനിക് ഡിസോർഡർ, OCD, ഡിപ്രഷൻ, ഫോബിയ എന്നിവയെ CBT ടൂളുകൾ ഉപയോഗിച്ച് എങ്ങനെ ചികിത്സിക്കണം എന്നുള്ളതിനെക്കുറിച്ച്, നിങ്ങൾക്ക് സ്വയം ചികിത്സിക്കുന്നത് എങ്ങനെയെന്നുള്ളതിനെക്കുറിച്ച് ഒരു പുസ്തകം ഞാൻ മലയാളത്തിലും ഇംഗ്ലീഷിലും എഴുതിയിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭ്യമാണ്. താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്കത് വായിക്കാം. നാലാമത്തെ ചിന്താപിഴവ് മൈൻഡ് റീഡിംഗ്. മറ്റുള്ളവരുടെ മനസ്സ് വായിക്കുന്ന ഒരു പ്രക്രിയ. നമുക്കതിന് കഴിവൊന്നുമില്ല, പക്ഷെ എന്നാലും നമ്മുടെ ചിന്ത ആധിക്യം കൊണ്ട്, ആ സമയത്തുണ്ടാകുന്ന മാനസിക സമ്മർദ്ദം കൊണ്ട് അങ്ങനെ സംഭവിച്ചു പോകുന്നതാണ്. മറ്റുള്ളവർ എന്താണ് ചിന്തിക്കുന്നത് എന്ന് തെളിവൊന്നുമില്ലെങ്കിലും അത് ഞാൻ വായിച്ചെടുക്കുന്നു എന്നുള്ള ചിന്താരീതി. ഉദാഹരണത്തിന്, അവർ എന്നെ നോക്കി ചിരിച്ചില്ല, അതിനർത്ഥം അവരെന്നെ പൂർണ്ണമായും അവോയ്ഡ് ചെയ്തു എന്നുള്ളതാണ്. എൻ്റെ കൂട്ടുകാരനോ കൂട്ടുകാരിയോ എൻ്റെ മെസ്സേജിന് മറുപടി നൽകിയില്ല, അതിനർത്ഥം അവർ എന്നോട് ദേഷ്യത്തിലാണ്, അവർ എന്നോട് മെസ്സേജ് എനിക്കിനി അയക്കില്ല എന്ന് ഞാൻ കരുതുന്നു. എല്ലാവരും എന്നെ മോശമായി കാണുന്നുണ്ടാകും. ഈ സോഷ്യൽ ആങ്സൈറ്റിയിൽ കാണുന്ന ഒരു ചിന്താരീതിയാണത് മൈൻഡ് റീഡിംഗ്. മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും, അവർ എന്നെക്കുറിച്ച് മോശമായി വിചാരിച്ചിട്ടുണ്ടാവും, അവർ എന്നെക്കുറിച്ച് മോശമായി കണ്ടിട്ടുണ്ടാവും, അവർ സംസാരിക്കുന്നത് എന്നെക്കുറിച്ചാണ്, അങ്ങനെയുള്ള ചിന്താരീതികൾ. ഈ ചിന്തകൾ അമിത ചിന്ത വർദ്ധിപ്പിക്കുന്നത് എങ്ങനെ? അനാവശ്യമായി ഉത്കണ്ഠ സൃഷ്ടിക്കുന്നു, നമ്മുടെ മനസ്സിൽ അനാവശ്യ ഭയം ഉണ്ടാക്കുന്നു, ബന്ധങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു, നെഗറ്റീവ് ചിന്തകൾക്ക് ആക്കം കൂട്ടുന്നു. CBT രീതിയായി നമുക്ക് സ്വയം ഈ വിഷയങ്ങളെക്കുറിച്ച് ഒരു ചോദ്യം നമുക്ക് ചോദിക്കാം. അവർ എന്താണ് ചിന്തിക്കുന്നത് എന്ന് എനിക്ക് എങ്ങനെ അറിയാം? മൈൻഡ് റീഡിംഗ് എനിക്ക് വശമുണ്ടോ? മറ്റുള്ളവരുടെ മനസ്സ് വായിക്കാനുള്ള കഴിവ് എനിക്കുണ്ടോ? അവർ എന്നെ നോക്കി സംസാരിച്ചു എന്നുള്ളതിന്, എന്നെക്കുറിച്ച് തന്നെയാണ് സംസാരിച്ചു എന്നുള്ളതിന് പകരം വേറെയും വിശദീകരണങ്ങൾ ഉണ്ടാവില്ലേ എന്ന് സ്വയം ചോദിക്കുക. അങ്ങനെ ചോദിച്ചതിന് ശേഷം നമ്മുടെ ചിന്തകളെ മാറ്റിപ്പിടിക്കുക. അവർ എന്നെക്കുറിച്ച് മോശമായി സംസാരിക്കുന്നു എന്നാണ് നമ്മുടെ ചിന്തയെങ്കിൽ, അവർ എന്നെക്കുറിച്ച് തന്നെ സംസാരിച്ചു എന്നുള്ളതിന് ഒരു തെളിവുമില്ല, അവർ മറ്റു പലതുമായിരിക്കും ചിന്തിച്ചിട്ടുണ്ടാവുക, അതുകൊണ്ട് ഞാൻ ഈ വിഷയത്തെ ഇവിടെ ഉപേക്ഷിക്കുന്നു എന്നുള്ള രീതിയിൽ ചിന്തിക്കുവാനുള്ള ഒരു ശ്രമം എല്ലാ ദിവസവും നടത്തുക. അഞ്ചാമത്തെ ചിന്താപ്പിഴവ് ഓവർ ജനറലൈസേഷൻ എന്നുള്ളതാണ്. ഒരു സംഭവത്തെ ജീവിതം മുഴുവൻ ബാധിക്കുന്നതായി കാണുക, ഒരു മോശം അനുഭവത്തെ അടിസ്ഥാനമാക്കി ഭാവി മുഴുവൻ അങ്ങനെയാണ് എന്ന് കാണുക. അതല്ലാതെ ചെറിയ മറ്റ് പ്രശ്നങ്ങളുമുണ്ട്. ബോസ് കഴിഞ്ഞ പ്രാവശ്യം അയാളെ കണ്ടപ്പോൾ എന്നോട് വളരെ മോശമായി പെരുമാറി, ഇനി അങ്ങോട്ടുള്ള എല്ലാ ദിവസവും അദ്ദേഹം അങ്ങനെ തന്നെ ആയിരിക്കും പെരുമാറുക എന്നുള്ള ചിന്താരീതി. ഇതിൻ്റെ ഉദാഹരണങ്ങളായി, ഒരു പരീക്ഷയിൽ തോറ്റു,
എനിക്ക് ഒരു കഴിവുമില്ല, ഭാവിയിൽ എനിക്ക് ഒരു പരീക്ഷയും ജയിക്കുവാൻ കഴിയില്ല, ഒരു പ്രണയം പരാജയപ്പെട്ടു അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് പരാജയപ്പെട്ടു, ഇനി എനിക്ക് മറ്റൊരു റിലേഷൻഷിപ്പ് ഒരിക്കലും ഉണ്ടാവില്ല, ഒരിക്കൽ ഇൻ്റർവ്യൂവിൽ എന്നെ നിരസിച്ചു, അതുകൊണ്ട് ഇനി എനിക്ക് ഒരിക്കലും ഇൻ്റർവ്യൂവിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യുവാൻ കഴിയുകയില്ല. ഇതെല്ലാമാണ് ചിന്താരീതികൾ. ഇത് നമ്മുടെ ഓവർ തിങ്കിങ് എങ്ങനെ വർദ്ധിപ്പിക്കുന്നു എന്ന് നോക്കാം. നമ്മുടെ പ്രതീക്ഷ നഷ്ടപ്പെടുത്തുന്നു, ആത്മവിശ്വാസം നഷ്ടപ്പെടുത്തുന്നു, ഭാവിയെക്കുറിച്ചുള്ള നെഗറ്റീവ് വിശ്വാസങ്ങളും നെഗറ്റീവ് ചിന്തകളും കൂടുതലാക്കുകയും ചെയ്യുന്നു. ഇതിന് CBT രീതിയിൽ നമ്മൾ എന്ത് ചോദ്യം സ്വയം ചോദിക്കും എന്ന് നോക്കാം. ഒരു ചെറിയ സംഭവത്തെ മാത്രം അടിസ്ഥാനമാക്കിയിട്ടാണോ ഞാൻ ഈ നിഗമനത്തിൽ എത്തുന്നത്? അത് ശരിയാണോ? ഈ ഒരു അനുഭവം എൻ്റെ ജീവിതത്തെ മുഴുവൻ വിശദീകരിക്കുന്നുണ്ടോ, നിർവചിക്കുന്നുണ്ടോ? എങ്കിൽ അതെങ്ങനെ ശരിയാവും? ഇത്തരം ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാം. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചതിന് ശേഷം നമ്മുടെ ചിന്തകളെ മാറ്റി എഴുതുക. ഞാൻ എപ്പോഴും പരാജയപ്പെടുന്നു അല്ലെങ്കിൽ എപ്പോഴും പരാജയപ്പെടും എന്നുള്ള ചിന്തയ്ക്ക് പകരം ഞാനൊരു കാര്യം പ്രതീക്ഷിച്ച പോലെ നടന്നില്ല, 1-2 തവണ പരാജയപ്പെടുന്നത് അത്ര വലിയ കാര്യമൊന്നുമല്ല, പരാജയം വിജയത്തിൻ്റെ ചവിട്ടുപടിയാണ് എന്നെനിക്കറിയാം, ഭാവിയിൽ എനിക്കിത് ഭംഗിയായി ചെയ്തു തീർക്കാൻ കഴിയും എന്നൊരു ഉറപ്പ് എനിക്കുണ്ട് എന്ന രീതിയിൽ നമ്മുടെ ചിന്താരീതി മാറ്റിയെടുക്കാം. ഓർമ്മിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, CBT നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മുടെ ചിന്താരീതികളെ ലളിതമാക്കുക എന്നുള്ളതാണ്. വികാരങ്ങൾ നമ്മുടെ പെരുമാറ്റത്തെ സ്വാധീനിക്കുന്നു, പെരുമാറ്റം നമ്മുടെ ചിന്തകളെയും സ്വാധീനിക്കുന്നു. അപ്പോൾ വികാരങ്ങളെയും പെരുമാറ്റങ്ങളെയും ചിന്തകളെയും ഒരു പരിധിക്കുള്ളിൽ കാറ്റസ്ട്രോഫൈസ് ചെയ്യാതെ, വളരെ മോശമായ രീതിയിൽ ചിന്തിക്കാതെ ഒരു പരിധിക്കുള്ളിൽ നിർത്തിയാൽ തന്നെ നമ്മുടെ ഓവർ തിങ്കിങ് അല്ലെങ്കിൽ നമ്മുടെ കൂടുതലായ ചിന്തകളെ കുറയ്ക്കുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇത്തരം ചിന്തകൾ നമ്മുടെ ഉറക്കത്തെ ബാധിക്കുകയുമില്ല. ഓരോ ചിന്തയും സത്യമല്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. ഓരോ ചിന്തയും സത്യമാകേണ്ട ഒരു സാഹചര്യവും നിലവിലില്ല. ചിന്തകൾ വെറും ചിന്തകളാണ്. നിങ്ങൾക്ക് ഓവർ തിങ്കിങ് തുടങ്ങുമ്പോൾ ചില ചോദ്യങ്ങൾ നമ്മളോട് സ്വയം ചോദിക്കാം. ഞാൻ ഏറ്റവും മോശം കാര്യങ്ങൾ തന്നെയാണോ പ്രതീക്ഷിക്കുന്നത്? ആ ചോദ്യത്തിന് നിങ്ങളുടെ മറുപടി എഴുതുക. എല്ലാം ഓക്കെയാണ്, ഓക്കെ ആവണം, അതല്ലെങ്കിൽ ഒന്നും ശരിയാവില്ല എന്ന രീതിയിലാണോ ഞാൻ ചിന്തിക്കുന്നത്? അങ്ങനെ ചിന്തിക്കുന്നത് ശരിയാണോ എന്ന ചോദ്യം എഴുതി അതിന് മറുപടി എഴുതുക. എൻ്റെ വികാരങ്ങളെല്ലാം ഞാൻ സത്യമായിട്ടാണോ കാണുന്നത് എന്ന ചോദ്യം എഴുതി അതിൻ്റെ മറുപടി എഴുതുക. മറ്റുള്ളവരുടെ മനസ്സ് വായിക്കാൻ എനിക്ക് കഴിവുണ്ടോ, അതാണോ ഞാൻ ശ്രമിക്കുന്നത് എന്ന ചോദ്യം എഴുതി അതിന് മറുപടി എഴുതുക. ഒരു ചെറിയ സംഭവത്തെ എൻ്റെ ജീവിതവുമായി മൊത്തം ഞാൻ ബന്ധിപ്പിക്കുകയാണോ എന്ന് സ്വയം ചോദിക്കുക, അതിന് മറുപടി എഴുതുക. ഇങ്ങനെ മറുപടി എഴുതുമ്പോഴാണ് നമ്മൾ ചിന്തിക്കുന്ന രീതി തന്നെ തെറ്റാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുകയും ആ ചിന്തയെ നമ്മുടെ തന്നെ എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിൽ മാറ്റി എഴുതുവാൻ നമുക്ക് സാധിക്കുകയും ചെയ്യുക. ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഇവിടെ, നിങ്ങളുടെ മനസ്സ് പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ വിശ്വസിക്കണമെന്നില്ല. മനസ്സെന്നുള്ളത് ഒരു പെട്ടെന്ന് പ്രതികരിക്കുന്ന ഒരു സാധനമാണ്. ചെറിയ സംഭവങ്ങൾ വരുമ്പോൾ പോലും അത് വളരെ പെട്ടെന്ന് പ്രതികരിക്കുന്നു, പെട്ടെന്ന് നിരാശ ഉണ്ടാക്കുന്നു, പെട്ടെന്ന് വികാര വിക്ഷോഭങ്ങൾ ഉണ്ടാക്കുന്നു. ഇവയെ നിങ്ങൾക്ക് നിയന്ത്രിക്കാം. നിങ്ങളാണ് മനസ്സിൻ്റെ യജമാനൻ എന്നുള്ളത് ഓർക്കുക. അതിന് നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയും, തീർച്ചയായും കഴിയും. ഈ രീതി ഉപയോഗിച്ച് നോക്കൂ, തീർച്ചയായും ഫലപ്രദമാകും. ഈ വീഡിയോ കണ്ടത് നിങ്ങളെല്ലാവർക്കും നന്ദി. നമസ്കാരം.